തിരുവനന്തപുരം കിളിമാനൂർ വട്ടപ്പാറയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് റോഡിൽ നിന്ന് വളരെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താണ് സംഭവിച്ചത്? കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെ ഷഫീദ്? വിജയകുമാർ, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിൽ നിലമേലിന് സമീപമുള്ള ഒരു റോഡിൽ, വട്ടപ്പാറ വെഹിക്കിൾ റോഡിൽ ഈ അപകടം ഉണ്ടാകുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ് റോഡിൽ നിന്ന് താഴേക്ക് 2-3 തവണ കരണം മറിഞ്ഞു എന്നുള്ള വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 20 കുട്ടികളോളം 20-ലധികം കുട്ടികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കിളിമാനൂർ പാപ്പാല വിദ്യാരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ്. ഈ കുട്ടികളുമായി തിരികെ പോകുന്നതിനിടെയായിരുന്നു, വീടുകളിലേക്ക് കുട്ടികളെ ഇറക്കാൻ തിരികെ പോകുന്നതിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇതിൽ 20 കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ 10 കുട്ടികളെ ഒരു ആശുപത്രിയിലേക്കും 12 കുട്ടികളെ ഒരു ആശുപത്രിയിലേക്കും 8 കുട്ടികളെ മറ്റൊരു ആശുപത്രിയിലേക്കും ആ റോഡിൽ ഉണ്ടായിരുന്ന ഒരു കാറിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കടക്കൽ താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. പ്രാഥമിക രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് അപകടത്തിന്റെ ഒരു ആഴം വ്യക്തമാക്കാൻ സാധിക്കും. അത് ഈ താഴേക്ക് മറിഞ്ഞ അതിന്റെ പുറകുവശമൊക്കെ, ബസ്സിന്റെ പുറകുവശമൊക്കെ ഇളകിപ്പോയ തരത്തിലാണ്. താഴേക്ക് മറിഞ്ഞൊരു മരത്തിൽ, ഒരു റബ്ബർ മരത്തിൽ ഈ ബസ് തട്ടി നിൽക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിപ്പോൾ പോലീസ് പകർത്തിയ ദൃശ്യമാണ്. ഇതിൽ പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച അവരുടെ വിവരശേഖരണം ഇപ്പോൾ നടത്തുന്നതേ ഉള്ളൂ. ചില കുട്ടികൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് ഏതാണ്ട് 8ഓളം കുട്ടികളെയും മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് 12ഓളം കുട്ടികളുമായി വാഹനങ്ങൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയൊരു അപകടമാണ്. അപകടത്തിൽ കുട്ടികൾക്ക് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ നമുക്കറിയാവൂ. ഈ കൊല്ലം തിരുവനന്തപുരം അതിർത്തി നിലമേൽ, അത് അതിർത്തിയാണ്. ആ നിലമേലിൽ വട്ടപ്പാറ വെഹിക്കിൾ റോഡിൽ, അവിടെ ആ റോഡിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലമേൽ മാറാകുഴി എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് എന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ഈ അപകടം. ഒരു പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് 2-3 തവണ ബസ് മറിഞ്ഞാണ് ഒരു റബ്ബർ മരത്തിൽ ഇടിച്ചു നിൽക്കുന്നത്. ആ ബസ്സിൻ്റെ പിൻഭാഗമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20ഓളം പേരെ എന്നേ പറയാൻ കഴിയൂ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. 2 ആശുപത്രികളിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഷഫീദ്, സമീപത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ്? അപ്പോൾ ആ മേഖലയിൽ ഏതൊക്കെ ആശുപത്രികളുണ്ട്? ഇത്രയും കുട്ടികൾക്ക് പരിക്കേറ്റവരെ അടിയന്തരമായി എത്തിക്കാൻ പറ്റുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് ആ പരിസരത്തുള്ളത്? വിജയകുമാർ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൂടുതൽ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത്. മറ്റു ചില സ്വകാര്യ ആശുപത്രികളിൽ, സമീപ പ്രദേശത്ത് ഈ തട്ടത്തുമല, നിലവേൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ നാട്ടുമ്പുറമാണ്, ചെറിയ ക്ലിനിക്കുകളുണ്ട്. അതിനപ്പുറത്തേക്ക് കിളിമാനൂരിലും വെഞ്ഞാറമൂട്ടിലും ഒക്കെ ആശുപത്രികളൊക്കെ ഉണ്ട്. ഒരു പ്രാഥമിക ചികിത്സ അവർക്ക് നൽകിയ ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ കൂടുതൽ വലിയ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ആദ്യം ഈ കടക്കൽ ആശുപത്രിയിലേക്ക് കുറച്ച് കുട്ടികൾ ഇപ്പോൾ അല്പസമയം മുൻപ് എത്തിച്ചേർന്നു എന്നുള്ള വിവരം മാത്രമാണ്, അവരെ എത്തിച്ചു എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു വലിയ അപകടമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം റോഡിൽ നിന്ന് 2-3 തവണ ഈ കരണം മറിഞ്ഞാണ് ഈ ബസ് അങ്ങനെ പോയി ആ മരത്തിൽ ഇടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതേപോലെ സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന നാട്ടുകാരുമൊക്കെ നമ്മളോട് പറയുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകണം. ബസ്സിൽ 20-ലധികം കുട്ടികളുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം 20ഓളം കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടക്കൽ താലൂക്ക് ആശുപത്രി, മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതിൽ ഈ കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണിത്. കുട്ടികളുമായി തിരികെ വീടുകളിലേക്ക് കുട്ടികളെ ഇറക്കാൻ പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായതും. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഈ ദൃശ്യങ്ങൾ കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്, അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ബസ്സാണ് റോഡിൽ നിന്ന് മറിഞ്ഞ് 2-3 തവണ കരണം മറിഞ്ഞ് റബ്ബർ മരങ്ങളിൽ ഇടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ 20-ലധികം കുട്ടികൾ ആ ബസ്സിലുണ്ടായിരുന്നു. അവരിൽ എല്ലാവർക്കും തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്ക്, ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വൈകാതെ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.